ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ 35 വീക്സിൻ്റെ ചെക്കപ്പായിരുന്നു. അപ്പോൾ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുക. മോനെ ഒന്ന് റെഡിയാക്കണം, പിന്നെ ഒന്ന് ഫേസ് ഒന്ന് റെഡിയാക്കണം. അതിന് ഫസ്റ്റ് മോയ്സ്ചറൈസർ, പിന്നെ എക്കോളജിക്കയുടെ ഒരു സൺസ്ക്രീമും ഒരു ലിപ്സ്റ്റിക്കും ഒരു ഐലൈനറും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം റെഡി ആയിട്ട് ഹോസ്പിറ്റലിൽ പോവാം. അമ്മയും ഹസ്ബൻഡും മോനുമായിട്ടാണ് പോകുന്നത്. 35 വീക്സ് ഇന്ന് തുടങ്ങിയുള്ളൂ, ഇന്നലെ തുടങ്ങി. അപ്പം ചിലപ്പോൾ ഇന്ന് അറിയാൻ പറ്റുമായിരിക്കും കറക്റ്റ് എന്ന് അഡ്മിറ്റ് ആവണം എന്നൊക്കെ. ഏതായാലും പോയി നോക്കട്ടെ. ജോലി എടുത്തോ? അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരമായി. ഇപ്പോൾ ഇനി ഹോസ്പിറ്റലിൽ അടുത്തെത്താറായി. ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു. ഫുൾ ഹൈവേ ഫുൾ കൺസ്ട്രക്ഷൻ നടക്കുക. അത് കാരണം പതിയെ പോകാൻ പറ്റുള്ളൂ. നല്ല പൊടിയുമാണ് വെളിയിൽ. അത് നടക്കുന്നവർക്കൊക്കെ എന്ത് പ്രശ്നമായിരിക്കും. അപ്പോൾ അതേ ഒരാൾ ചെറിയൊരു ഉറക്കം ഉറങ്ങി എണീറ്റ് മുടിയെല്ലാം അലമ്പാക്കിയിട്ടിട്ട് ഇരിക്കുക. എൻ്റെ റോഡ് ഭയങ്കര മോശമായി കിടക്കും. അപ്പം രാത്രിയിലൊക്കെ വരേണ്ടി വന്നാൽ ഭയങ്കര പാടായിരിക്കും. ഫുൾ കൺസ്ട്രക്ഷൻ നടക്കുവാണ്. അപ്പോൾ ഒരു ഉച്ചയായി, ഞങ്ങൾ ഉച്ചയായി ഇറങ്ങിയിട്ട്. അത് കാരണം എല്ലാവരും ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുക, വിശക്കുന്നുമുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണാൻ ടൈം എടുക്കുകയാണെങ്കിൽ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലെത്തി, ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു, ഇവിടെയൊക്കെ റൂമുണ്ട്, പോകുമ്പം ചെക്ക് ചെയ്ത് നോക്കണം. പക്ഷേ ഇങ്ങനെ ഓൺലൈനിലാണ് നോക്കിയത്. പക്ഷേ ഓൺലൈനിൽ നല്ല റേറ്റ് ഡിഫറൻസ് കാണും, ഡയറക്റ്റ് കൂടെ ഒന്ന് തിരക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഇനി കാറ് അകത്തൊരിക്കലും പാർക്കിംഗ് കിട്ടാറില്ല, വെളിയിലായിരിക്കും മിക്കവാറും പാർക്കിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരും. അന്നേരത്തേക്കും ഞങ്ങൾക്ക് ഡോക്ടറുടെ അടുത്ത് വെയിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഡോക്ടറുടെ ഒപ്പിയിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അധികം ആളില്ല കേട്ടോ. ഈ ഉച്ച നേരത്തെ വന്നുള്ള ഇത് അധികം ആളുണ്ടാവില്ല, പെട്ടെന്ന് കാണാൻ പറ്റും. രാവിലെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. ഇതിപ്പോൾ ഉച്ച ആയതുകൊണ്ട് വലിയ തിരക്കില്ല. ആളുടെ ഉറക്കക്ഷീണം മാറിയിട്ടില്ല. അത് കാരണം ആളിങ്ങനെ ഭയങ്കരമായിട്ട് താഴെ ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കുക, പപ്പയുടെ അടുത്തിരിക്കുക. ആൾക്ക് ഹോസ്പിറ്റലിൽ വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചെക്ക് ചെയ്യാൻ വന്നപ്പോഴൊക്കെ ആ ഒരു പേടിയുണ്ട്, എന്നെ കിടത്തുമോ എന്നൊക്കെ, ആ ഒരു ടെൻഷനുണ്ട്. അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു. ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ബിരിയാണിയാണ് വാങ്ങിച്ചത്. അതൊരു അത്തക്കള ഇട്ടിട്ടുണ്ട് അവിടെ. ഫുള്ള് ടേബിളിൻ്റെ മുകളിൽ കയറിയിരുന്ന് തന്നെ കഴിക്കണം എല്ലാം. ഇപ്പോൾ അത് പുതിയൊരു ശീലം, എല്ലാം ഇങ്ങനെ തന്നെ കഴിക്കണം. നമ്മൾ വാരി കൊടുത്താൽ പറ്റത്തില്ല, അവർ തന്നെ എല്ലാം കഴിക്കണം. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പതിയെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പാർക്കിങ്ങിൽ കാർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞങ്ങളിതേ വണ്ടിയിലേക്ക് പോവുകയാണ്. ചെക്കപ്പ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഇച്ചിരി ലേറ്റായി, ഞങ്ങൾ പതിയെ വന്നേ. അപ്പം ഡോക്ടർ അഡ്മിറ്റ് ആയാലുള്ള ഡേറ്റ് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് മെയ് 30 പക്ഷേ മെയ് 30 ആകുമ്പോഴത്തേക്കും ഒത്തിരി അങ്ങ് ഡേറ്റ് വരുന്നത് ജൂൺ 5 ശരിക്കുള്ള ഡേറ്റ്. അപ്പം മെയ് 30 ആകുമ്പോഴേക്കും ഒത്തിരി അങ്ങ് പോവും. എനിക്ക് ആ ഒരു പെയിൻ ഇടയ്ക്കൊക്കെ വരുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ തന്നെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ അത്രയും നീക്കിയെടുക്കണ്ട, കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് എടുക്കുക. എൻ്റെ ഇൻകേസ് പെയിൻ എന്തെങ്കിലും എനിക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചത്തേക്ക് പിന്നെ ഡോക്ടർ ലീവാണ്. പിന്നെ ഉള്ളത് 14 വരെ. 14 കഴിഞ്ഞാൽ പിന്നെ 29 ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 14 മുമ്പായിട്ടൊരു ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 13-ാം തീയതിയിലേക്ക് സിസേറിയൻ ചെയ്യാമെന്ന് വിചാരിച്ച് കൺഫേം ആക്കി. 12-ാം തീയതി പോയി അഡ്മിറ്റ് ആവണം. അപ്പോൾ ഇനി ബാഗൊക്കെ പാക്ക് ചെയ്യണം. ഡേറ്റിങ്ങിന് ഇനിയിപ്പോൾ 10 ദിവസമല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒരു ടെൻഷൻ. ആദ്യത്തെ സിസേറിയൻ പെയിൻ്റെ ഇടയിലൂടെ നടന്നുകൊണ്ട് എനിക്ക് അത്രയും അറിഞ്ഞില്ല അതിൻ്റെ ഇതിനൊന്നും. ഇത്തവണ ഇനിയിപ്പോൾ പോയി ചെയ്യാനൊരു ടെൻഷനൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ തന്നെ ഒരു പേടിയൊക്കെ തുടങ്ങി. അപ്പോൾ ഇനി പാക്കിംഗ് ഒക്കെ ചെയ്യണം. വേറെ എല്ലാം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, പ്രിപ്പറേഷനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഒന്നെല്ലാം സെറ്റാക്കി പാക്ക് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. പിന്നെ ഇനി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് റൂമും കൂടെ എടുക്കണം. ഹോസ്പിറ്റലിൽ ഒരാൾക്കല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹസ്ബൻഡും കുഞ്ഞും കൂടെ വലിയ റൂമിൽ നിൽക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ അമ്മ നിൽക്കും, എൻ്റെ കൂടെ അമ്മ നിൽക്കും, അങ്ങനെ വിചാരിച്ചേക്കുന്നത്.
അപ്പം അങ്ങനെ നമ്മുടെ കുഞ്ഞു ബേബി വരാൻ പോവാണ്. ഒരു 1 വീക്ക് കൂടി ഉള്ളൂ. അയ്യോ ടെൻഷനുണ്ട് കേട്ടോ. സെക്ഷൻ ചെയ്യാൻ പോകുന്നൊരു ടെൻഷൻ എനിക്കുണ്ട്. ഇപ്പം വെളിയിൽ നിന്ന് സംസാരിക്കുന്നത്, വീടിൻ്റെ ബാക്ക് സൈഡിൽ വെളിയിലാണ് ഞാൻ. മോനകത്ത് നല്ല ഒച്ചയൊക്കെ ആയി, ഉറക്കം വരുന്നുണ്ട്. ഇനിയിപ്പം അവനെ ഒന്ന് ഉറക്കി സെറ്റാക്കട്ടെ. അപ്പോൾ ഇനി പാക്കിങ് കാണാം. പാക്കിങ് വീഡിയോ ഇടാം. ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. പിന്നെ ഞാൻ ലേബർ റൂമിൽ പോയി ചോദിച്ചു എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ബാക്ക് പാക്കിങ് വീഡിയോയിൽ ഞാൻ പറയാം. വേറെ ഒന്നുമില്ല, അത്രയേ ഉള്ളൂ ഇന്നത്തത്. അപ്പം എൻ്റെ ഡെലിവറി ഡേറ്റ് ആണ് 13 മെയ്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ബേബി നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.